ഈ പാട്ട് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ. മലയാളിയുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ മനോഹരമായ ഒരു കേരള ഗാനം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ജയചന്ദ്രൻ സാറിൻ്റെ വോയിസിൽ BR പ്രസാദ് സാർ എഴുതിയ വരികളാണ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞത്. കേര നിരകളാടും ഹരിത ചാരുതീരം എന്നൊക്കെ പറഞ്ഞ് മനോഹരമാണ്. കേരള വാഴ്ത്ത് പാട്ടുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായൊരു ഗാനം. ഞാൻ ഗാനത്തെക്കുറിച്ച് പറയാനല്ല വന്നത്. ഈ പാട്ടും അതുപോലെ തന്നെ കേരളം എന്ന പേരും സൂചിപ്പിക്കുന്നത് പോലെ കേരസമൃദ്ധിയാണ് കേരളത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൊയർ ബോർഡ് എന്ന് പറഞ്ഞ നാഷണൽ ലെവലിലൊരു ഓർഗനൈസേഷനുണ്ട്. അത് മിനിസ്ട്രി ഓഫ് സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസസിന് കീഴിലുള്ളതാണ്. അത് കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ആലപ്പുഴ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സംവിധാനങ്ങൾ, സംരംഭങ്ങൾ കൊയർ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ കൊയർ ബോർഡ് അവരുടെ കീഴിൽ 4 സ്ഥാപനങ്ങളിലായിട്ട് കുറേ അധികം കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊരു രസകരമായ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. സ്റ്റൈപ്പൻഡോടെ പഠിപ്പിക്കുന്ന, ഹോസ്റ്റൽ ഫീസ് ഇല്ലാതെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്, ഒരു 1 ഇയർ കോഴ്സ്. ഈ കൊയർ ബോർഡ് കൊടുക്കുന്ന ഈ കോഴ്സിൻ്റെ പേര് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കൊയർ ടെക്നോളജി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. 1 ഇയർ പ്രോഗ്രാമാണ്. ആ 1 ഇയർ പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരു 3 മന്ത്സ് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. സെലക്റ്റഡ് ആയ കാൻഡിഡേറ്റ്സിന് 3000 റുപ്പീസ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. 4 സ്ഥാപനങ്ങളിൽ ഒന്ന് വരുന്നത് ആലപ്പുഴ ജില്ലയിൽ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും, രണ്ടാമത്തത് ആന്ധ്രയിലെ രാജമുന്ദ്രിയിലും, മറ്റൊന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരും, മറ്റൊന്ന് കൊൽക്കട്ടയിലുമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 3 സ്ഥാപനങ്ങൾ, ആദ്യത്തെ രാജമുന്ദ്രിയിലുള്ള ആന്ധ്ര, കേരളത്തിൽ ആലപ്പുഴ, ദെൻ തഞ്ചാവൂർ, തമിഴ്നാട്, ഇതൊക്കെ കേരസമൃദ്ധമായ സ്ഥലങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സുകൾ ഈ നാളികേരവും അതുപോലെ കൊയറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് കേരളം. മറ്റൊന്ന് അതിൽ തന്നെ പ്രധാനപ്പെട്ടത് ആലപ്പുഴയുമാണ്. ഈ 4 സ്ഥാപനങ്ങളും ഒരേ സമയം കൊടുക്കുന്ന കോഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കൊയർ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം നേരത്തെ പറഞ്ഞതുപോലെ 1 ഇയറാണ്. +2 ആണ് ഇതിൻ്റെ യോഗ്യത. ഏതെങ്കിലും ഒരു NS സ്ട്രീം +2 ആണ് ഇതിൻ്റെ യോഗ്യത. ഈ പ്രോഗ്രാം ജോയിൻ ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നിലക്ക് സ്ഥാപനങ്ങൾ നേരിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തൊഴിൽ അന്വേഷിക്കാവുന്നതാണ്. ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട കൈ പ്രോഡക്ട്സുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കാനും ഡിസൈൻ ചെയ്തെടുക്കാനും അതിൻ്റെ മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സജ്ജമാക്കുന്ന ഒരു കോഴ്സ് എന്ന നിലക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണറിയൽ സ്കില്ലുള്ള ആളുകൾക്ക് ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനം ഒരുക്കുന്നു, സാഹചര്യം ഒരുക്കി തരുന്നു ഈ കോഴ്സ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊയർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. ദെൻ അതിൽ ഒരു മോഡൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾ ജനുവരി 10 മുമ്പ് അത് അയക്കേണ്ടതുണ്ട്. ഏത് സെൻറ്ററിലേക്കാണോ ആ സെൻറ്ററിലേക്ക് നിങ്ങളത് അയക്കുക. ഈ 4 സ്ഥാപനങ്ങളിൽ ആലപ്പുഴയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ രാജമുന്ദ്രിയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല. ദെൻ ബാക്കി സ്ഥലങ്ങളിൽ എന്ന് വെച്ചാൽ തഞ്ചാവൂരും അതുപോലെ തന്നെ കൊൽക്കട്ടയിലും ഹോസ്റ്റൽ ഫ്രീ ആണ്. ആലപ്പുഴയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹോസ്റ്റൽ ഫ്രീ ആണ്. ദെൻ രാജമുന്ദ്രിയിൽ 2 കൂട്ടരും പുറത്ത് ഹോസ്റ്റലില്ല, പുറത്ത് താമസിക്കേണ്ടി വരും. അങ്ങനെ പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഒരു 500 റുപ്പീസ് വെച്ച് ഹോസ്റ്റൽ ഫീ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ 3000 റുപ്പീസ് സ്റ്റൈപ്പൻഡ് ഉണ്ട് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിന്. 1 വർഷത്തെ കോഴ്സാണ്, നമ്മളത് നേരത്തെ സംസാരിച്ചു. കോഴ്സിൻ്റെ പ്രത്യേകത എലിജിബിലിറ്റി നമ്മളൊന്നുകൂടി വ്യക്തമാവാൻ വേണ്ടിയാണ്. +2 NE സ്ട്രീമാണ്, പാസ്സാവണം. ദെൻ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യത്തിനും അനുസരിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജോബിലേക്ക് വരാം. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം. ഈ വളരെ വ്യത്യസ്തമായ രസകരമായൊരു കോഴ്സ് എന്ന നിലക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. പ്രത്യേകിച്ച് +2 കഴിഞ്ഞ ആളുകൾക്കൊരു തൊഴിൽജന്യ കോഴ്സാണ് ഈ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ടെക്നോളജി എന്ന് പറഞ്ഞ പ്രോഗ്രാം. കോഴ്സ് ചെയ്ത് നല്ല കരിയറിലെത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.